കുട്ടികളിലെ മാനസികവും ശാരീരികവുമായ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? നമസ്കാരം, ഞാൻ ഡോക്ടർ ചിക്കു മാത്യു, കാരിത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ആണ്. എന്നോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ സുനു ജോൺ, കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. ഹലോ. മേഡം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പേരൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ടല്ലോ. മിക്കപ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയങ്ങളിൽ ഒന്നാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണല്ലോ സാധാരണ വരാറ്. എപ്പോഴാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങേണ്ടത്? അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒത്തിരി പ്രാധാന്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, അമ്മതൻ കുഞ്ഞിന് അമ്മിഞ്ഞ പാലാണ് അമൃതം, അതുപോലെയാണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് നോർമൽ ഡെലിവറി ആണെങ്കിൽ വിതിൻ ഹാഫ് ആൻ അവർ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. സിസേറിയൻ ആണെങ്കിൽ കുറച്ചുകൂടെ അനസ്തീഷ്യയൊക്കെ നമ്മൾ മാറിയിട്ട് ഏകദേശം എന്നാലും ഒരു 3 to 4 hours തന്നെ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങണം. ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ അമ്മമാരുടെയും ഒരു കടമയാണ് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ ഒരു അവകാശമാണ് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുക എന്നുള്ളത്. കാരണം അതിനകത്ത് ആവശ്യത്തിനുള്ള പ്രോട്ടീനും ഫാറ്റും ഷുഗറും മിനറൽസ് വൈറ്റമിൻസ് എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് ഫുഡ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു WHO പറയുന്നത്, നമ്മളെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ്. ഓക്കെ മേഡം, ഇപ്പോൾ ഒരു കൊച്ചു ജനിച്ചു, അപ്പോൾ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ഒരുപാട് മൈൽ സ്റ്റോൺസ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട നോർമൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? പറയാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കൊച്ചിൻ്റെ വളർച്ചയിൽ. പ്രത്യേകിച്ച് നമ്മളത് തരംതിരിക്കുന്ന ടേം ബേബീസിനും പ്രീ ടേം ബേബി. ടേം ബേബി എന്ന് പറഞ്ഞാൽ 37 ആഴ്ച കംപ്ലീറ്റ് ചെയ്തവരെ മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. പ്രീ ടേം ബേബീസ് അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാറ്റേണും ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ഏജ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിരി, മുഖത്ത് നോക്കി ചിരിക്കണം. കുഞ്ഞ് ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, പക്ഷേ ചിരിക്കാൻ കുറച്ചുകൂടെ താമസം എടുക്കും. അതായത് ഒരു 2 monthsനുള്ളിൽ ചിരിച്ചിട്ട് 45 days to 60 days ഇതിനകത്ത് കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കണം. വെറുതെ ഫാനും ലൈറ്റും കണ്ടല്ല ചിരിക്കേണ്ടത്, നമ്മുടെ ചിരി കണ്ട് അത് മനസ്സിലാക്കി തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ദിസ് ഇസ് എ ഫസ്റ്റ് മൈൽ സ്റ്റോൺ, സോഷ്യൽ സ്മൈൽ. പിന്നെ പതുക്കെ പതുക്കെ കഴുത്തുറയ്ക്കുക. ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ കഴുത്തുറയ്ക്കുക. 5 മാസം അത് കംപ്ലീറ്റ് ആവും. 6 മാസം ആകുമ്പോൾ കമന്ന് വീഴണം. അത് കഴിഞ്ഞ് വലിയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ 4 ഇമ്പോർട്ടൻറ്റ് മന്ത്സ് എന്ന് പറഞ്ഞാൽ 2 മാസത്തിൽ മുഖത്ത് നോക്കി ചിരിക്കുക, ഒരു 4 മാസമാകുമ്പോൾ കഴുത്തുറയ്ക്കുക, 8 മാസമാകുമ്പോൾ നമ്മൾ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിയാൽ അതിരിക്കും. 10 മാസമാകുമ്പോൾ ചില കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും. 1 വയസ്സാകുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കും. പിന്നെ അതിനകത്ത് ബാക്കി ഡെവലപ്മെൻറ്റ് കാഴ്ച നമുക്കറിയാം, നേരത്തെ തന്നെ ഉണ്ട്. അത് എല്ലാവരുടെയും കേൾവി, എല്ലാ കുഞ്ഞുങ്ങളുടെയും കേൾവി ഇപ്പം നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നു, 4 മാസമാകുമ്പോൾ ഉറക്കെ ചിരിക്കുന്നു. സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ അറിയാൻ പറ്റും. അതൊരു 6 മാസമാകുമ്പോൾ അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വിഷമം. കൈ തുറന്ന് പിടിക്കും. സാധനം കൈ പിടിക്കുന്നത് 6 months, അത് മാറ്റുന്നത് 9 months. പിന്നെ 2-3 വാക്കുകൾ ഒരു 10 മാസമാകുമ്പോൾ തന്നെ ചില കുട്ടികൾ അമ്മ എന്നൊക്കെ പറഞ്ഞ് 1 വയസ്സാകുമ്പോൾ ഒരു 5-6 വാക്കുകളെങ്കിലും പറയണം. ഇതാണ് 1 വയസ്സ് വരെയുള്ള ഡെവലപ്മെൻറ്റ്. എപ്പോഴും പേരൻസ് അപ്പം അലാംഡ് ആവേണ്ടത്, ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ട്? അത് നമുക്കറിയാം, 2 മാസത്തിൽ തന്നെ കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കണ്ടുപിടിക്കണം. അത് അമ്മ വറീഡ് ആവണം. അപ്പം ചിലപ്പോൾ തൈറോയിഡിൻ്റെ കുറവോ കാഴ്ചക്കുറവോ പല പല കാര്യങ്ങൾ നമുക്ക് ഇവാലുവേറ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ കഴുത്തുറച്ചില്ല, ചിലപ്പം ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കരയാത്ത കുഞ്ഞുങ്ങളുണ്ട്, എബ്കാർ സ്കോർ വളരെ കുറഞ്ഞ കുഞ്ഞുങ്ങൾ, ട്വിൻസ്, ഹൈറിസ് ബേബീസ്, ഇവരെയൊക്കെ ഈ ഒരു റിസ്കിൽ കൂടെ പോകാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നടക്കാൻ താമസിച്ചാലും അത് പക്ഷേ നമുക്ക് 18 months വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഡെവലപ്മെൻറ്റൽ റിഗ്രഷൻ. ഇത് നോർമൽ പാറ്റേൺ ഡെവലപ്പ്, പക്ഷേ ഡെവലപ്മെൻറ്റ് റിഗ്രഷൻ അതിലും ഇമ്പോർട്ടൻ്റ്. കാരണം വെച്ചാൽ ഇപ്പം നടക്കാൻ തുടങ്ങിയൊരു കൊച്ച് നടക്കുന്നില്ല, സംസാരിക്കാൻ തുടങ്ങിയ കൊച്ച് പുറകോട്ട് പോയി സംസാരിക്കുന്നില്ല. ഇത് വേറെ വലിയ വലിയ കുറച്ച് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണങ്ങളാകാം. അത് ഞാൻ പറയേണ്ടല്ലോ, ഡോക്ടർ ചിക്കുവിന് തന്നെ അത് കൂടുതൽ അറിയാം. ഇപ്പോൾ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ടല്ലോ. അതിനകത്ത് പേരൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംശയങ്ങളിൽ ഒന്നാണ് കൊച്ചു സംസാരിക്കാത്തപ്പം ഓട്ടിസം ഉണ്ടോ എന്നുള്ളത്. ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുവാവ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ മേഡം പറഞ്ഞ 2 മാസത്തെ സോഷ്യൽ സ്മൈൽ മിക്കപ്പോഴും ഇങ്ങനത്തെ ഉള്ള കുട്ടികൾക്കില്ല. ഐ കോണ്ടാക്ട് ഇല്ല, അമ്മ സ്നേഹം കാണിക്കുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. ഇതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ. ഇപ്പോൾ സ്പീച്ച് ഡിലേ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നേരെ മറിച്ച് ഡെഫിസിറ്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, അതായത് ആംഗ്യ ഭാഷ ഉപയോഗിക്കുന്നില്ല, മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല, ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് കാണിക്കുന്നില്ല, ഒരു ഇമോഷണൽ റെസിപ്രോസിറ്റി ഇല്ല. ഇപ്പോൾ ചിരിക്കുന്ന അമ്മേനെ നോക്കി ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യപ്പെടുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല. അമ്മയുടെ മുഖത്ത് ദേഷ്യമാണ്, ഇപ്പോൾ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ദേഷ്യം കൊച്ചിൻ്റെ മുഖത്ത് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളതും ഓട്ടിസം എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേറൊരു ലക്ഷണം കാണുന്നതാണ്
റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, അതായത് ആവർത്തന വിരസതയുള്ള, ഇപ്പൊ കൈയിട്ട് ഇങ്ങനെ വെറുതെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരേ ടോയ് ഉപയോഗിക്കേണ്ട രീതിയിലായിരിക്കത്തില്ല വെറുതെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടിപ് ടോ വാക്കിംഗ്, ഇതൊക്കെ ആവർത്തന വിരസതയുള്ള റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ഇൻ ഓട്ടിസം. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റ്സ് പ്ലസ് റെപ്പറ്റേറ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നത്. വേറെയുണ്ട് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ADHD ഉണ്ട്. ഒരു കാര്യമുള്ള ഈ ഓട്ടിസം നമ്മുടെ ഒപ്പിയിൽ വരുമ്പോഴേ നമ്മളെ പിള്ളേരെ കാണാം സംസാരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്, ഹിയറിംഗ് നോർമലായിരിക്കും. ഇവർ കയറി വന്നാൽ നമ്മുടെ മുഖത്തല്ല നോക്കുന്നത്, ശരിക്കും ഓബ്ജക്ട്സ് ആണ്. ഞങ്ങൾ എത്ര വിളിച്ചാലും നമ്മളെ കാണുന്നില്ല അവര്. ആ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിലോട്ടുള്ള കുട്ടിയാണ്. പിന്നെ അവർ കളിക്കുമ്പോഴും അല്ലേ തന്നെയല്ലേ കളിക്കുന്നത്, വേറെ പിള്ളേരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഇല്ല. ഒത്തിരി കോമൺ ആണ്. വേറെ ചിക്കു പറഞ്ഞല്ലോ വേറെ കുറെ ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് ന്യൂറോ ഡെവലപ്മെന്റ്, ഇതല്ലാതെ പിന്നെ ADHD ഉണ്ട് മാഡം. പിന്നെ ഈ IQ കുറവ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികളുണ്ട്, പഠന വൈകല്യമുള്ള കുട്ടികളുണ്ട്, ടിക് ഡിസോർഡേഴ്സ് ഒക്കെ. അപ്പൊ ഇതൊക്കെ ആ ഒരു ഡെവലപ്മെന്റൽ ഫേസിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ തരത്തിലുള്ള ഡിസോർഡേഴ്സ്. മേഡം അതുപോലെ തന്നെ പേരൻസ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, 6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയോ? ശരിക്കും 6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയോ കുട്ടികൾ? അത് പല ഏജിലും നമുക്ക് ഡിഫറെൻ്റ് ആണ്. സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചിക്കുനും അറിയാമല്ലോ, സ്ലീപ്പ് നന്നായിട്ട് ഉറങ്ങിയാലേ നമ്മുടെ ബ്രെയിനിൽ സെൽസ് എല്ലാം വീണ്ടും റീജുവിനേറ്റ് ചെയ്തെല്ലാം ആവുള്ളൂ. പക്ഷേ ന്യൂ ബോൺ ആകുമ്പോൾ ഒരു 18 hours എങ്കിലും ഉറങ്ങും. പക്ഷെ അവരുടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉറക്കമാണ് രാത്രി ഫുൾ കരച്ചിലറിയാലോ, അമ്മമാരുടെ ബുദ്ധിമുട്ടുകൾ. ആ ഒരു പാറ്റേൺ ആയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ 18 hours കുറഞ്ഞൊരു 12 hours ആവും. ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ചിലപ്പം 10 to 12 hours ആവും. പിന്നെ ഒരു 2 തൊട്ട് 5 വയസ്സ് വരെ ഏകദേശം 8 to 9. ഒരു അഡലസൻറ്റ് കുട്ടി പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 8 hours എങ്കിലും സൗണ്ട് സ്ലീപ്പ് വേണം. എന്നാലേ അവരുടെ ഈ ഉറക്കത്തിലാണ് ഈ ഹോർമോൺസ് പോലും, ഗ്രോത്ത് ഹോർമോൺ ഒക്കെ റിലീസ് ആവുന്ന, വളർച്ചയെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം നമുക്കറിയാമല്ലോ, രാത്രിയിലും എല്ലാം മൊബൈലിൽ വെച്ച് കളിച്ച് ഭയങ്കര പ്രശ്നമാണ് സ്ലീപ്പിന്. ആ മൊബൈലിൽ ആ നീല വെളിച്ചം തന്നെ ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ വേണം ഈ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഒത്തിരി കോമൺ അല്ലേ? ചിക്കു കാണുന്നില്ലേ? ചിക്കു, പിള്ളേരെ നന്നായിട്ട് ഉറങ്ങിയാലല്ലേ അവർ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണോ? പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് മേഡം. അതായത് മേഡത്തിന് അറിയാലോ, ഉറക്കത്തിന് 2 മെയിൻ സ്റ്റേജസ് ഉള്ളത്, NREM സ്റ്റേജും REM സ്റ്റേജും. അതിനകത്ത് ഈ NREM സ്റ്റേജ് ഉറങ്ങി തുടങ്ങിയ ആദ്യത്തെ ഒരു 3-4 മണിക്കൂറിലാണ് NREM പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ നന്നായിട്ട് NREM സ്ലീപ്പ് കിട്ടിയാലേ കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഉറക്കം തുടങ്ങി ഒരു 4 മണിക്കൂറിന് ശേഷമാണ് REM ഫേസ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ REM ഫേസിലാണ് കുട്ടികൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു നോളജ് പഠിച്ചെങ്കിൽ അത് ആഡഡ് ഓൺ ആയിട്ട്, അതായത് പഴയ നോളജുമായിട്ട് ആഡഡ് ഓൺ ആയിട്ട് അവർക്കത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സ്കിൽസ് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു മെമ്മറിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നതും ഈ REM ഫേസിലാണ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ REM ഫേസ് കുറവാണ്. അപ്പോൾ പുതിയ സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ പഠിച്ചത് ഓർത്ത് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 6 to 8 hours ഓഫ് സ്ലീപ്പ് ഇസ് മാൻഡേറ്ററി. ആദ്യത്തെ 3-4 മണിക്കൂറിൽ NREM പ്രിഡോമിനൻ്റ് ഉറക്കം കിട്ടുന്നു. പിന്നീടുള്ള REM ഫേസിലാണ്, പിന്നീടുള്ള സ്ലീപ്പിലാണ് REM ഫേസ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെയാണ് സ്കിൽ ഡെവലപ്മെൻറ്റും ഇമോഷണൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ. അപ്പോൾ ഈ ഉറക്കത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്ലീപ്പ് ഹൈജീൻ ഇല്ലേ, ഒരു റുട്ടീൻ, അതെങ്ങനെയാ ചിക്കു പറയണ്ടേ? നമ്മൾ പിള്ളേരോട് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? അതൊന്നുമില്ല മേഡം, കൃത്യമായിട്ട് ഒരു സമയത്ത് ഉറങ്ങാൻ കിടക്കുകയും കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുകയും വേണം കുട്ടികൾ. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇച്ചിരി ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ കാപ്പിയുടെയും ചായ കൂടിയും കൊക്കക്കോളയും അങ്ങനത്തെ ഡ്രിങ്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഒരു സ്ക്രീൻ ടൈം ഒക്കെ ഒരു അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഉപയോഗിക്കുന്ന അങ്ങ് നിർത്തണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസോ അല്ലെങ്കിൽ നല്ല പാട്ടുകളോ കേട്ടോ അല്ലെങ്കിൽ ബുക്കുകൾ വായിച്ചോ ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡ് സെറ്റിൻ ചെയ്യുക. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുക. ഉറക്കം വരുന്ന സമയത്ത് മാത്രം കട്ടിലിൽ പോയി കിടക്കുക. മിക്ക കുട്ടികളും പഠിക്കുന്നതും TV കാണുന്നതും ലാപ്ടോപ്പ് കാണുന്നതെല്ലാം കട്ടിലിൽ കിടന്നുകൊണ്ട്, അപ്പോൾ ബ്രെയിനിന് ഒരു പെയറിങ് കിട്ടുന്നില്ല. അപ്പോൾ കട്ടിൽ എന്നുള്ളത് ഉറങ്ങാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നുള്ളത് ബ്രെയിനിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ദ ബെഡ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ സ്ലീപ്പിംഗ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ടെക്നിക്സ്. അത് ഈ പറഞ്ഞപ്പോൾ സ്ക്രീൻ ടൈമിന്റെ കാര്യം, അതിന് എന്താ അങ്ങനെ ഉണ്ടോ ഗൈഡ് ലൈൻസ് ഉണ്ട്? അതായത് 2 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഒരു സ്ക്രീനും പറ്റത്തില്ല. ചിലപ്പോൾ പേരൻസ് വെളിയിലാണെങ്കിൽ ഒരു വീഡിയോ ചാറ്റിംഗ് വേണമെങ്കിൽ സമ്മതിക്കാം. അല്ലാതെ ഈ സ്ക്രീൻ എന്ന് പറയുന്ന എല്ലാം നമുക്കറിയാലോ, മൊബൈൽ TV മാത്രമല്ല, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, എല്ലാ ഗാഡ്ജറ്റ്സും ഇതിനകത്ത് വരും. പിന്നെ 2 തൊട്ട് 5 വയസ്സ് വരെ പിള്ളേർക്കാണെങ്കിലും ഒരു അരമണിക്കൂർ വേണമെങ്കിൽ TV കാണാം. പക്ഷെ സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. അഡൽസ് ആരെങ്കിലും കൂടെ കാണാൻ നല്ല എഡ്യൂക്കേറ്റഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാവുള്ളൂ. 5 വയസ്സിന് മുകളിലാണെങ്കിൽ ഒരു 1 hour വരെ കാണാം. പക്ഷേ അത് അവരുടെ ഹെൽത്തിനെയോ ഫിസിക്കൽ ആക്ടിവിറ്റിയോ വിഷനോ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മാത്രമേ അവർക്ക് ഈ സമയം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചിക്കു പറഞ്ഞ പോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് എല്ലാം സ്ക്രീൻ ഫ്രീ
ഫ്രീ ടൈം ആയിരിക്കണം. മനസ്സിലായി? അങ്ങനെയാണ് ഇത്. കാരണം സ്ക്രീൻ ടൈം ഉള്ള പ്രശ്നം എന്ന് പറയുമോ ഭയങ്കര അഡിക്ഷനാ. ഞങ്ങൾ വാർഡിൽ ചെല്ലുമ്പോൾ എല്ലാ പേരൻസും കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈലാണ്. അവർ അമ്മ ഒരു സൈഡ് നോക്കും, കൊച്ചൊരു സൈഡ് നോക്കും. സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം അതാണ്. ഒരിക്കലും ഈ ടി വി മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കരുത്. പിള്ളേർ അറിയുന്നില്ല അവരെന്താ കഴിക്കുന്നതെന്ന്. അവരെ അമ്മ എന്തോ ഉരുട്ടി കൊടുക്കും, കഴിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും മെക്കാനിക്കലി പോവുക. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഫീഡിങ് ടൈം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം എപ്പോഴും ഒരു എൻജോയബിൾ ടൈം ആയിരിക്കണം. പിള്ളേർ അറിയണം എന്താ കഴിക്കുന്നത്, ഏത് പാത്രത്തിലാണ്, ഏത് കളർ സ്പൂണാണ്, ഏത് കളർ പാത്രമാണ്, ടെക്സ്ചർ അറിയണം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഇവരെ വെളിയിൽ കൊണ്ടേ അല്ലെ കഥ പറഞ്ഞോ ഒരു കാക്കയെ കാണിച്ചു. ഇപ്പം എത്ര പിള്ളേർക്ക് കാക്കയെ കണ്ടറിയത് കാക്കയാണെന്ന്, എന്താണെന്ന് പോലും അവർ അറിയുന്നില്ല. അപ്പം അതൊക്കെ സ്ക്രീൻ ടൈമിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ അമിതവണ്ണം. വലിയ പിള്ളേരാണെങ്കിൽ ചിപ്സൊക്കെ കഴിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ഭയങ്കര അമിതമായിട്ടുള്ള വണ്ണം. ഒബിസിറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പൊണ്ണത്തടി വിഷനെ എഫക്റ്റ് ചെയ്യുന്നു. ബ്രെയിൻ ഒരു സ്റ്റിമുലേഷനേ ഇല്ല, പ്രത്യേകിച്ച് കാർട്ടൂൺ, ടി വിയിലെ കാർട്ടൂൺ. അപ്പം മിക്ക പിള്ളേർ ഈ കൊച്ചു ടി വി കണ്ടിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് സൗണ്ട് അവർ പെരുമാറുന്ന പോലെ ചെയ്യുന്നു. അല്ലാതെ അവർക്കൊരു ഡെവലപ്മെൻറ്റൽ സ്റ്റിമുലേഷൻ ഇല്ല. ഐക്യു ഒക്കെ കുറഞ്ഞുകൊണ്ടോ പഠിക്കാനൊക്കെ സോഷ്യൽ സ്കിൽസും എല്ലാം കുറവാണ്. അപ്പോൾ ഈ സ്ക്രീൻ ടൈം നിർത്തിയാൽ നമുക്കറിയാം വെർച്വൽ ഓട്ടിസം നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ഈ പ്രത്യേകിച്ച് കൊറോണ ടൈമിൽ. ഇതെല്ലാം ഈ സ്ക്രീൻ ടൈമിന്റെ ദൂഷ്യവശങ്ങളാണ്. ഈ ഒബിസിറ്റി തന്നെ പല പല ഫിസിക്കൽ ഇഷ്യൂസിലോട്ടുണ്ടാവും. സ്ലീപ്പ് കുറവല്ലേ, പിന്നെ പല പിള്ളേരും ഇപ്പം നമ്മൾ ഏർലി ഓൺസെറ്റ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഒത്തിരി പ്രശ്നങ്ങളാണ് ഫിസിക്കലായിട്ട്. ഈ കാലിൽ ജോയിൻറ്റ്സ് പെയിന്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വെളിയിൽ ഇറങ്ങുന്നില്ലല്ലോ, അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്നില്ല, സൂര്യപ്രകാശം കൊള്ളുന്ന പോലും ഇല്ല. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വരുമ്പം ഫുൾ ഹെൽത്ത് പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത്. പിന്നെ അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഡിജിറ്റൽ വെൽബീങ്. നമുക്ക് വീട്ടിലാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഹാബിറ്റ്സ് വേണ്ടേ, അതൊക്കെ എന്തായിരിക്കും ചെക്കു പറഞ്ഞു കൊടുക്കണ്ടേ പേരൻസിന്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിക്ക വീട്ടിലുള്ള ശീലം എന്തോ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഫോൺ ഓരോരുത്തർ കണ്ടുകൊണ്ട് കഴിക്കുക. അപ്പം അതങ്ങ് ഒഴിവാക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈം കോമൺ ആയിട്ട് നമ്മളൊരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നോ സ്ക്രീൻസ്, അതൊരു റൂളാക്കി മാറ്റിയെടുക്കുക വീട്ടിൽ. രണ്ട് കുട്ടികളോടൊപ്പം ഇപ്പം ചില പേരൻസിന് ഓൺലൈൻ ഗെയിംസ് കളിക്കുന്ന ഇഷ്ടമാണല്ലോ, കുട്ടികളോടൊപ്പം വേണം ഇരുന്ന് കളിക്കാം. ഒരു പാർട്ട്ണറായിട്ട് കുട്ടികളോടൊപ്പം ഇരുന്ന് ഓൺലൈൻ ഗെയിംസ് കഴിക്കുക. സോ ദാറ്റ് വി വിൽ നോ വാട്ട് ദ ചൈൽഡ് ഈസ് ഡൂയിങ്. ഒരു സൂപ്പർവിഷന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ഇന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് വി ആർ സ്റ്റേയിങ് ഓഫ് സ്ക്രീൻസ് എന്നുള്ളത് ഒരു ക്ലിയർ കട്ട് റൂൾ ആക്കുക. ഇതൊക്കെ ഒരു നല്ല ഡിജിറ്റൽ ഹൈജീൻ പ്രാക്ടീസസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ എന്നാലും ഞാൻ ഇവിടെ വായിച്ചു, ഒരു വീട്ടിൽ തന്നെ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഫ്രീ, ആ ഒരു സോണിൽ ആരും ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനത്തെ ഒരു യൂഷ്വലി ബെഡ്റൂംസ് അതുപോലെ. ചിക്കു പിന്നെ ഇല്ലേ രാത്രിയിൽ ഈ സ്ക്രീൻ കണ്ട് മിക്കവരും നമ്മളെല്ലാവരും മൊബൈൽ കണ്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റാലും അപ്പം തന്നെ മൊബൈൽ നോക്കണം. എന്തൊക്കെയാണ് ഇതൊക്കെ ശരിക്കും പ്രശ്നങ്ങളല്ലേ? ഡെഫിനറ്റ്ലി ആണ്. ഇപ്പോൾ വല്ലപ്പോഴും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ അതൊരു സ്ഥിരം ഹാബിറ്റ് ആവണമെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് റിക്വയർസ് അർജന്റ് ഇന്റർവെൻഷൻ. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ മാഡം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് നേരം സ്ക്രീൻ കണ്ട് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ ബ്ലൂ ലൈറ്റ് ആണ് അടിക്കുന്നത്, മെലറ്റോണിന്റെ സെക്രീഷൻ കുറയുന്നു. ഉറക്കക്കുറവുള്ള ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ ഒരു അഡൽറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഉറക്കം കുറയും. അപ്പോൾ പല പേഷ്യൻസും പറയും ഉറക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ കാണുന്നത്. പക്ഷെ അത് ഇന്റേൺ അവരുടെ ഉറക്കം കുറയുന്ന ഒരു മാർഗ്ഗമാണ്. ഉറക്കത്തിലേക്ക് സ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറക്കം കിട്ടില്ല. അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. രണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ബ്ലൂ ലൈറ്റാണ് നമ്മുടെ കണ്ണ് കാണുന്നത്. അപ്പോൾ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ഹൈപ്പർ വിജിലൻസ് സ്റ്റേറ്റിലേക്ക് അത് പോവുക ചെയ്യുന്നത്. മോസ്റ്റ്ലി ഒരു അഡ്രിനൽ റഷ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഒരു ഫ്ലൈറ്റ് റെസ്പോൺസിലേക്കൊക്കെ ബ്രെയിൻ പോകുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു പാമ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പേടിക്കൂല. അതാണ് ഈ ഹൈപ്പർ വിജിലൻസ് സ്റ്റേറ്റിന്റെ പ്രശ്നങ്ങളും അത് തന്നെയാണ്. പെട്ടെന്നൊരു ബ്ലൂ ലൈറ്റ് അടിക്കുന്നു, അപ്പോൾ അത് പെട്ടെന്നൊരു ഹൈപ്പർ വിജിലൻസ് സ്റ്റേറ്റ്. 3-4 മണിക്കൂർ ഇതേ രീതിയിൽ തന്നെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ദിവസം അത്രയും തന്നെ ഭയങ്കര ഒരു റെസ്റ്റ്ലെസ്നെസ്സും ഇമോഷണൽ ആയിട്ടുള്ള സിംറ്റംസും ഒക്കെ വരുന്നതായിട്ട് എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിട്ട് ഫോൺ കാണുന്നതും ഉറങ്ങി എഴുന്നേറ്റിന് ഉടനെ തന്നെ ഫോൺ കാണുന്നതും ഒട്ടുമേ നല്ല ശീലമല്ല. മേഡം ഇപ്പൊ ഈ മഴക്കാലമാണല്ലോ, ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് കുട്ടികൾക്കുണ്ട്. എന്തൊക്കെയാണ് നമ്മളിപ്പോ ഉള്ള മേഡം കാണുന്ന അസുഖങ്ങൾ? ഈ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ സ്കൂൾ തുറന്നാണ് പ്രശ്നമായത്. അതായത് ഏപ്രിൽ മെയ് ഞങ്ങൾക്കും എല്ലാവർക്കും തുറന്ന പ്രശ്നമാണ്. ഏപ്രിൽ മെയ് പിള്ളേരെല്ലാം വീട്ടിൽ ഇരിക്കുന്നു, കോണ്ടാക്ട്സ് ഇല്ല. നമ്മൾ കൊറോണ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു, പിള്ളേർ വീട്ടിലായിരുന്നു, അസുഖങ്ങൾ കുറവായിരുന്നു. പക്ഷെ സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ കോണ്ടാക്ട് വരുന്നു. പിന്നെ തന്നെയല്ല മഴക്കാലമല്ലേ, എല്ലാ വൈറസ് ബാക്ടീരിയ എല്ലാം അങ്ങോട്ട് ആക്റ്റീവ് ആവുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് പല അസുഖങ്ങൾ. ഒന്ന് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഷിഗല്ല. അത് വരുന്ന എങ്ങനെ ആ കണ്ടാമിനേറ്റഡ് വാട്ടറോ അല്ലെങ്കിൽ ആഹാരത്തിലൂടെ അങ്ങനെയാണ് പകരുന്നത്. വയറിളക്കവും നല്ല പനിയും ഛർദിലുമായിട്ട് വരും. അതിനൊക്കെ ഷിഗല്ല ഉണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ ഈ 3 ആഴ്ച
മുഴുവൻ കുട്ടികൾക്കും കണ്ടത് വൈറൽ ഇൻഫ്ലുവൻസയാണ്. എന്നാൽ പക്ഷേ എന്താ നമുക്ക് ഇൻഫ്ലുവൻസ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്, വാക്സിനേഷൻ ഉള്ള കാര്യമാണ്. പക്ഷേ പലരും വാക്സിൻ എടുത്തിട്ടില്ല. ഇൻഫ്ലുവൻസ ലക്ഷണം ശക്തമായ പനി കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷേ ആ പനിയുടെ ഇതെന്ന് വെച്ചാൽ അത് പരസ്യം കൊടുത്താൽ കുറയുന്നില്ല. ഹൈ ഫീവറായിട്ട് പേഴ്സിസ്റ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾ ക്ഷീണിച്ച് ദേഹം വേദന, ഭയങ്കര ക്ഷീണമാണ്. പിന്നെ കാല് തറയെ കുത്താതിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ ചുമ തുടങ്ങുന്നു. അപ്പം നമുക്കൊരു ഫ്ലൂ ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നേസൽ സ്വാബ് എടുത്ത് ഫ്ലൂ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുണ്ട്, അത് കൊടുക്കാം. പിന്നെ അല്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ മഴക്കാലത്താണ് ഡെങ്കു, ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡൊക്കെ ഇടയ്ക്ക് 3-4 കേസസ് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ പിള്ളേർ ഈ ഷേക്ക് കുടിക്കുമല്ലോ, മിൽക്ക് ഷേക്ക്, അതൊക്കെ ഈ പാല് തിളപ്പിക്കാതെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കൂടെയൊക്കെയാണ് ഈ ടൈഫോയിഡ്, പാരടൈഫോയിഡൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർഫുള്ളാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം ഹാൻഡ് ഹൈജീൻ തന്നെയാണ്. കൈ കഴുകുക എന്നുള്ള, ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ശേഷം. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ ഇത് പറയണം. സ്കൂളിലാണല്ലോ ഇത്രയും കോമൺ ആയിട്ട് വരുന്നത് ഈ ഫുഡൊക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു ഷെയറിങ്. ഇപ്പം അതേ ഇല്ലാതിരിക്കാൻ നല്ലത്. ഈ ഒരു ഹാൻഡ് ഹൈജീൻ ഉണ്ടെങ്കിൽ തന്നെ പല അസുഖങ്ങളും കുറയ്ക്കാം. പിന്നെ വാക്സിനേഷൻസും കറക്റ്റായിട്ട് പോയാൽ മതി. മേഡം ഇപ്പോൾ സാധാരണ മേഡം പറഞ്ഞല്ലോ ഇപ്പോൾ ഫ്ലൂ വാക്ക് ഒന്നും ആൾക്കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നോർമൽ റുട്ടീൻ ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ യൂഷ്വലി വാക്സിനേഷൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, അതും ഒരു കൊച്ചിൻ്റെ ബർത്ത് റേറ്റ് തന്നെയാണ് വാക്സിനേഷൻ. ഇന്ത്യയിൽ വാക്സിനേഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ജനിക്കുന്ന ഉടനെ 3 വാക്സിൻസ്, ഒന്ന് BCG TB വരാതിരിക്കാൻ, പിന്നെ തുള്ളിമരുന്ന് പോളിയോ, പിന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B. ഇത് 3ഉം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മിക്കവരും എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ 6, 10, 14 ആഴ്ച, 1.5, 2.5, 3 മാസത്താണ് നമ്മളൊക്കെ കൊച്ചിലെടുത്തില്ല DPT, പെൻഡാവാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ. പോളിയോ ഉണ്ട്, അല്ലെങ്കിൽ ഓറൽ പോളിയോ, ന്യൂമോണിയയുടെ വാക്സിൻ, റോട്ട വാക്സിൻ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഒക്കെ ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ നമുക്കൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ചുകൂടി പെയിൻലെസ് വാക്സിനാണ്, കമ്പൈൻ ചെയ്ത വാക്സിൻസ് ആണ്. അപ്പോൾ ഒരു കുത്ത് കുറവാണ്, ഒരു ഇഞ്ചക്ഷൻ കുറവാണ്. 3 എന്ന് പറയുന്നത് 2 ഇഞ്ചക്ഷനേ ഉള്ളൂ. പിന്നെ ന്യൂമോണിയയുടെ ആണെങ്കിലും കുറച്ചുകൂടെ കവറേജ് ഉള്ള വാക്സിൻസ് ആണ് നമ്മുടെ. പിന്നെ റോട്ട വൈറസ് എല്ലാവരും നമ്മളും അവരും കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ആദ്യത്തെ വാക്സിൻസ്. ഇത് കംപ്ലീറ്റ് ചെയ്ത 6 മന്ത്സിലാണ് ഫ്ലൂ വാക്സിൻ. നമുക്ക് അപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ഫ്ലൂ വാക്സിൻ ഗവൺമെൻറ്റിൽ അവൈലബിൾ അല്ല. കുറച്ച്, അതായത് നമുക്കൊരു 2000 രൂപ ഒരു ഡോസിന് അത്രയാവും. അപ്പോൾ 8 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് 2 ഡോസ് ഫ്ലൂ വാക്സിൻ കൊടുക്കണം, 1 മന്ത് ഇൻ്റർവെല്ല്. പിന്നെ ഈ ഫ്ലൂ വാക്സിന് പ്രത്യേകത എന്ന് പറയുമോ, ഈ വൈറസ് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുക, അത് മ്യൂട്ടേഷൻ ചെയ്ത് മാറും. അപ്പം നമ്മൾ എല്ലാ വർഷവും ഒരു ഡോസ് ഫ്ലൂ കൊടുക്കണം എടുത്തു കഴിഞ്ഞാൽ. 8 വയസ്സിന് മുകളിലാണ് നമ്മൾ ഫ്ലൂ വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ തന്നെ ഒറ്റ ഡോസ് മതി. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം തന്നെ ഇയർലി എടുക്കണം. നമ്മളൊക്കെ ഇപ്പോഴും എടുക്കുന്നുണ്ട് ഫ്ലൂ വാക്സിൻ. അതാണ് 6-ാം മാസത്തെ വാക്സിൻ. അതിപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും തന്നെ വന്നെടുക്കുന്നുണ്ട് ഫ്ലൂ വാക്സിൻ. പിന്നെ 9-ാം മാസത്തെ വാക്സിൻ, അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് MMR, സാധാരണ മീസിൽസ്, മംസ്, റുബല്ല. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നത് MR, മംസ് കൊടുക്കുന്നില്ല. അത് കാരണം മംസ് ഭയങ്കരമായിട്ട് കൂടി. കഴിഞ്ഞ വർഷം കൊണ്ട് 1 ലക്ഷത്തിന് മുകളിൽ കേസസ് ആയി. അപ്പം പലരും അവിടെ ഹെൽത്ത് സെൻറ്ററിൽ പോകുമ്പോൾ ഇതാ കൊടുക്കുന്നത്. എനിക്കറിയാവുന്ന ഞങ്ങൾ കാണുന്ന പേഷ്യൻസ് നമ്മൾ പ്രത്യേകം പറയാം, ബാക്കി എല്ലാം ഗവൺമെൻറ് ഇപ്പോൾ എടുത്താലും MMR ഇവിടെ വന്നെടുക്കണമെന്ന്. അപ്പോൾ അത് കൊടുക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾ ടൈഫോയിഡും കൊടുക്കാറുണ്ട്. പിന്നെ 1 വയസ്സിൽ ഹെപ്പറ്റൈറ്റിസ് A, അത് നല്ല വാക്സിനാണ്. കാരണം ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത് ഇതുപോലെ ചെളി വെള്ളത്തിൽ, ആഹാരത്തിൽ കൂടെയൊക്കെയാണ് വരുന്നത്, കണ്ടാമിനൻറ്റ് ഫുഡിൽ. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ 1 വയസ്സ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡോസ് 6 മാസം കഴിഞ്ഞുള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ പിള്ളേർ പണ്ടൊക്കെ ആണെങ്കിൽ മണ്ണിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഹെപ്പറ്റൈറ്റിസിൻ്റെ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. എല്ലാവരും സ്റ്റെറൈൽ വാട്ടറാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു അഡലസൻ പീരീഡ്, അതായത് കൗമാരപ്രായത്തിൽ ഇവർ ബാംഗ്ലൂരോ എവിടെയെങ്കിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് A എക്സ്പോസ്ഡ് ആവും, കിട്ടും. പക്ഷേ അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒത്തിരി ഡെത്ത്സ് ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് A. അപ്പോൾ അതും പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്, വാക്സിൻ എടുക്കണം. ഈ വാക്സിനൊക്കെ നമ്മൾ എന്താ ഒരു 2000 രൂപ ഒരു ഡോസ്, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തോരം പൈസ അല്ലേ ആവുന്നത്. അപ്പോൾ അവർ വാക്സിൻസ് എടുക്കണം. ഈ ഹെപ്പറ്റൈറ്റിസ് ഇപ്പോൾ 1 വയസ്സിൽ എടുത്തില്ല, പിന്നീട് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോവാം. പിന്നെ 15 മന്ത്സിൽ MMRൻ്റെ സെക്കൻഡ് ഡോസ്, അത് MR ഉള്ളു ഗവൺമെൻറ്റിൽ, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് MMR കൊടുക്കാം. പിന്നെ ന്യൂമോണിയയുടെ ബൂസ്റ്റർ വരും. ചിക്കൻ ബോക്സും ആ സമയത്ത് തന്നെ കൊടുക്കാറുണ്ട്. ചിക്കൻ ബോക്സ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടതാണ്, എന്നാലും കൊടുത്തില്ലെങ്കിലും ഒരു വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 1.5 വയസ്സിൽ നമ്മൾ ആദ്യം കൊടുത്ത DPTയുടെ ബൂസ്റ്റർ, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ആദ്യത്തെ വാക്സിൻസ് എല്ലാം. അപ്പോൾ 1.5 വയസ്സ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഹെപ്പറ്റൈറ്റിസ് A നമ്മുടെ സെക്കൻഡ് ഡോസിൽ കൊടുക്കണം. പിന്നെ 4.5 വയസ്സിൽ വീണ്ടും ബൂസ്റ്റർ വരും. 10 വയസ്സിൽ പണ്ട് നമ്മുടെ TT ആയിരുന്നു, ഇപ്പം അത് മാറി TD വാക്കായി, ഡിഫ്തീരിയയുടെ കൊടുക്കും. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ TDAP അവൈലബിളാണ്, പെർട്ടുസിസോടെ കമ്പൈൻ ചെയ്യും. പക്ഷെ അത് കുറച്ചുകൂടെ നല്ലതാണ്, അപ്പം പെർട്ടുസിസ് വരാതിരിക്കും. പിന്നെ 15-ാം വയസ്സിലും TD വാക്സ്. ഇത്രയാണ് കൊടുക്കുന്നത്. പിന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, പണ്ടോട്ടേ ഉള്ള നമ്മുടെ സർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ, അത് ഗേൾസിനും ബോയ്സിനും കൊടുക്കാം. അത് നമ്മൾ 9 വയസ്സ് തൊട്ട്
സ്റ്റാർട്ട് ചെയ്യും. 9-11 തൊട്ട് പിന്നെ 14 വയസ്സ് വരെ 2 ഡോസ് മതി. അത് കഴിയുമ്പോൾ 3 ഡോസ് കൊടുക്കണം. അത് വളരെ നല്ല വാക്സിനാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാന്ന് തോന്നുന്നു 1 ഡോസ് കൊടുക്കും അവർ. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സെർവാവാക്സ്. അപ്പോൾ വാക്സിൻസ് എല്ലാം ഇത്രയുള്ളതെന്നാണ് എൻ്റെ ഒരു ഇതിൽ. പിന്നെ നമ്മൾ ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിൻ്റെ വാക്സിന് അവരുടെ എൻഡമിക് ആയിട്ടുള്ള സ്ഥലത്ത് കൊടുക്കും. ആലപ്പുഴയിലൊക്കെ അവിടെയൊക്കെ അത് കമ്പൽസറിയാണ്. GE വാക്സിൻ അതും വളരെ നല്ല വാക്സിനാണ്. ഇത്രയാണ് നട്ട്ഷെൽ വാക്സിനേഷൻ. പിന്നില്ലേ നമുക്ക് അഡൽസിന് ഡിപ്രഷൻ വരാറുണ്ടല്ലേ, പലരെയും നമ്മൾ കാണുന്നുണ്ട്. ചിക്കു ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ. പിള്ളേർക്ക് ഡിപ്രഷൻ വരുമോ? പിള്ളേർക്ക് തീർച്ചയായിട്ടും വരും. പിന്നെ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. പക്ഷെ മിക്ക പേരൻസ് അത് ഒരുപാട് മിസ് ഐഡന്റിഫൈ ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനും കൂടിയാണ്. അതിനെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ അങ്ങ് ഒരു ഇച്ചിരി മോശമായി തുടങ്ങി. അപ്പോൾ കൊച്ചിന് ഭയങ്കര മടിയാ, കൊച്ചു പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചിന് ഭയങ്കര ദേഷ്യം കൂടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഡിപ്രഷൻ്റെ സിംറ്റം ആണെന്ന് മിക്ക പേരൻസും അറിഞ്ഞു പോകുന്നില്ല. സാധാരണ ഒരു അഡൽറ്റിന്, മുതിർന്ന ഒരാൾക്ക് ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ വിഷമമാണല്ലോ കോർ സിംറ്റം. പക്ഷെ കുട്ടികൾക്ക് ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ ദേഷ്യമാണ്, ഒരു പെർസിസ്റ്റന്റ് ഇറിറ്റബിലിറ്റി ആണ്. അവരുടെ ഉറക്കം കുറവായിരിക്കും. ഉറക്കം കുറവാണ്. അപ്പോൾ വേറെ ലക്ഷണം എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് യൂസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു സിംറ്റം ആയിരിക്കാം. സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉണ്ടെങ്കിൽ അതൊരു സിംറ്റം ആയിരിക്കും. അത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു ഡിപ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചീത്ത കൂട്ടുകെട്ടുണ്ട്, സബ്സ്റ്റൻസ് യൂസ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചാൽ മതി. കൊച്ചിന് എന്തെങ്കിലും വിഷാദത്തിന്റെ ഭാവങ്ങളോ അല്ലെ അത്തരത്തിലുള്ള ലക്ഷണങ്ങളോ ഉള്ളതുകൊണ്ടാകാം ഇതുപോലെയൊക്കെ യൂസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പെർസിസ്റ്റന്റ് ഇറിറ്റബിലിറ്റി, ഉറക്ക കൂടുതൽ, വൊറേഷ്യസ് അപ്പറ്റൈറ്റ് ഉണ്ട്, സബ്സ്റ്റൻസ് യൂസ് ഉണ്ട്, അങ്ങനത്തെ കുറേ സിംറ്റംസ്. കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ബാക്കി ഡിപ്രഷൻ്റെ സിംറ്റംസ് ഒക്കെ വരാം. എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവാണ്, ഭയങ്കര ക്ഷീണമാണ്, ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഈ കുട്ടികൾ പറയാറുണ്ട്, മരിച്ചാൽ മതി എന്നൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ അഡൽട്ട് ഡിപ്രഷനുള്ള അതേ സിംറ്റംസ് തന്നെ ചൈൽഡ്ഹുഡ് ഡിപ്രഷനിലും വരാം. പക്ഷെ കുറച്ച് ഈ പറഞ്ഞ പോലെയുള്ള കുറച്ച് വ്യത്യാസങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ വൊറേഷ്യസ് ആപ്പിറ്റൈറ്റ് ആണ് അല്ലേ, അല്ലാതെ വിശപ്പ് കുറയുമല്ല. ഡിപ്രഷനിൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അങ്ങനല്ല. മുതിർന്നവർക്ക് അപ്പറ്റൈറ്റ് കുറവാണ്, പക്ഷെ കുട്ടികൾക്ക് അപ്പൊ പിന്നെ നമുക്ക് ഒട്ടും നമ്മൾ സംശയിക്കത്തില്ല അല്ലേ. നോക്കുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ഭയങ്കര ദേഷ്യമുണ്ട്. അതാണ്. അപ്പൊ തീർച്ചയായിട്ടും മടിയൻ എന്നൊരു ലേബലും കൊടുക്കുക. ഡിപ്രഷൻ ആളുകൾ വിശ്വസിക്കത്തുമില്ല. കൊച്ചിന് ഞാൻ പല പേഷ്യൻസും ചില സിംറ്റം, തലവേദനയോ വയറ്റുവേദനയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ ഇല്ലില്ല, അവൻ എപ്പോഴും ഹാപ്പി, ഒരു കുഴപ്പമില്ല. മൾട്ടിപ്പിൾ ഫിസിക്കൽ കംപ്ലൈന്റ്സ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഇഷ്യൂസിന്റെയും ഭാഗമായിട്ട് വരാം. അതൊക്കെ വയറുവേദന ഏറ്റവും കോമൺ ആണ്. എത്ര സ്കാൻ അൺവാണ്ടഡ് ആയിട്ട് ചെയ്യുന്നത് ഇവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി. അതെ മേഡം, ഇനി കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആയാലോ? ഒരു ഫൺ എലമെന്റ് നമ്മുടെ ഇന്റർവ്യൂല്. ഓക്കെ മേഡം, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പേരൻസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ? ചുറ്റും ആളുകൾ കൂടി നിൽക്കും, എന്നിട്ട് പറയും അമ്മയ്ക്ക് പാലില്ല എന്ന്. ഉടനെ പൊടിപ്പാല് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് മിസ്റ്റേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിൽ പാരന്റ്സ് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റെഡ് ഫ്ലാഗ്. ആദ്യത്തെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ പറഞ്ഞല്ലോ, സോഷ്യൽ സ്മൈൽ. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, അറ്റൈൻ ചെയ്ത് മൈൽ സ്റ്റോൺസ് റിഗ്രസ് ചെയ്യുന്നു, ഡെവലപ്മെന്റൽ റിഗ്രഷൻ. മൂന്നാമത്തത്, സ്ക്രീൻ ടൈമിനെ കുറിച്ച് ഒരു ഗോൾഡൻ റൂൾ. നോ സ്ക്രീൻ ബിലോ 2 years, ഗ്രീൻ മോർ എബൌട്ട് 2 years. ഗ്രീൻ ടൈം എന്ന് വെച്ചാൽ പച്ചപ്പ് അതൊക്കെ കണ്ടുപോകണം. പാരന്റ്സ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത ഒരു സിംറ്റം. അത് ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ശ്വാസം എടുത്ത് വലിക്കുന്ന, അങ്ങനെ ഒരു ശ്വാസ ബുദ്ധിമുട്ട് എന്ത് കണ്ടാലും കാണിക്കണം. ഓക്കെ. ഗൂഗിൾ നോക്കി പാരന്റ്സ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ഓട്ടിസം ആണ്. സംസാരിക്കുന്നില്ല, അങ്ങനെ തന്നെ അപ്പോൾ അവർ ഗൂഗിൾ ചെയ്ത് പിന്നെ ഓട്ടിസത്തിന്റെ ഫൈൻഡിങ്സ് എല്ലാം ഉണ്ടാക്കും. ഓക്കെ. അടുത്തത്, എവറി പാരന്റ് ഷുഡ് നോ വൺ സിമ്പിൾ ട്രിക്ക് ടു ഇംപ്രൂവ് എ ചൈൽഡ്സ് ഇമ്മ്യൂണിറ്റി. അതെന്തായിരിക്കും? 1 സ്ലീപ്പ്, 2 എക്സസൈസ്, പിന്നെ ബാലൻസ് ഡയറ്റ്. ഒന്ന് ചോദിച്ചപ്പോൾ 3 ബുക്കുകൾ കിട്ടി. ഓക്കെ. ഫുഡ് ഹാബിറ്റ് ദാറ്റ് യു വിഷ് എവറി ചൈൽഡ് ഫോളോഡ്. ഇത് തന്നെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതായത് വിബ്ജിയോ റെയിൻബോ ഡയറ്റ്, എല്ലാ കളേഴ്സും ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. ഓക്കെ. വൺ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ പാരന്റ്സ് ആർ യൂഷ്വലി ടു വറീഡ് അബൌട്ട്. ശരിക്കും നടക്കുന്നില്ല, ആ കുട്ടി നടന്നു, ഈ കുട്ടി നടന്നില്ല, 1 വയസ്സായി, അതാണ് പ്രശ്നം. The most common reason parents bring their child to you unnecessarily. ഞാൻ നോക്കിയിട്ടുള്ള തിരക്ക് പടിമിട്ട് ചോപ്പിയില് വിശപ്പില്ല എന്ന് പറഞ്ഞ ആരോഗ്യമുള്ളൊരു അസുഖമില്ലാത്ത കൊച്ചിനെ കൊണ്ടുവരും, ഒട്ടും കഴിക്കത്തില്ല. ഇത് തന്നെ. അതിന് എന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? ആദ്യം നമ്മൾ നോക്കും, സിസ്റ്റംസ് എല്ലാം നോർമൽ ആണെങ്കിൽ, അസുഖമൊന്നുമില്ലെങ്കിൽ വെറുതെ പറഞ്ഞു വിടത്തേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഡീവാമിങ് വല്ലതും ചെയ്തു, അത്രേ ഉള്ളൂ. One health myth about children you want to break today. രാത്രി കൊച്ചു പല്ല് കടിക്കുന്നുണ്ട്, അത് പ്രശ്നം വരെയുള്ളതുകൊണ്ടാണ്. മനസ്സിലായി? ശരിക്കും വരെ ഉള്ളതുകൊണ്ടല്ല, അവരുടെ ഒരു ഇമോഷണൽ കോൺഫ്ലിക്ട്സ് കൊണ്ടാണ് അവർ പല്ല് കടിക്കുന്നത്. പക്ഷെ പണ്ട് എല്ലാ അമ്മമാരോട്ട് എല്ലാവരും പറയുന്ന വരെ ഉള്ളതുകൊണ്ടാണ്. അവരെ നമ്മൾ റിയഷർ ചെയ്യുക, പിന്നെ വേറെ കൊടുക്കേണ്ട സമയമെങ്കിൽ അത് കൊടുക്കും, അത്രേ ഉള്ളൂ. അവർ പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേക്കാം. ഓക്കെ.
അപ്പൊ ശരി, മാഡത്തിന്റെ കഴിഞ്ഞു. താങ്ക് യു. അച്ചിക്കു ഞാൻ ചോദിക്കട്ടെ, റാപ്പിഡ് ഫയർ. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ പേരൻസ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു റെഡ് ഫ്ലാഗ് സൈൻ. ഉറക്കക്കുറവ്. രണ്ടാമത്തെ, ഇന്നത്തെ കുട്ടികളിൽ ഏറ്റവും കോമൺ ആയി മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഏതാണ്? എക്സസീവ് സ്ക്രീൻ യൂസ്. കറക്റ്റ്. 3, ടാൻട്രം ആൻഡ് ആക്ച്വൽ ബിഹേവിയറൽ പ്രോബ്ലം തമ്മിലുള്ള ഒരു സിമ്പിൾ ഡിഫറൻസ്. ടാൻട്രം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്യുന്നത്, മറ്റേത് ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിഹേവിയർ ടാൻട്രം അല്ലേ ഭിത്തിയിൽ പിടിക്കുന്നത്, പെട്ടെന്ന് മാറും, മറ്റേത് പെർസിസ്റ്റ് ചെയ്യും. പെർസിസ്റ്റ്. ഓക്കെ. സ്ക്രീൻ അഡിക്ഷൻ ആദ്യ വാർണിംഗ് സൈൻ എന്താണ്? എക്സസീവ് ക്രേവിംഗ്. വേണം സ്ക്രീൻ കാണണം എന്നുള്ള എടുത്താൽ ഭയങ്കര വഴക്കല്ലേ മൊബൈൽ മാറ്റി വെച്ച. ഒരു കുട്ടി ലേസി ആണെന്ന് വീട്ടുകാർ പേരൻസ് വിചാരിക്കുമ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എന്ത് ഡിസീസ് ആയിരിക്കും? ഡിപ്രഷൻ. ഒരു കുട്ടിയുടെ പഠനത്തിൽ പുറകോട്ട് പോയാൽ ആദ്യം പേരൻസ് സംശയിക്കേണ്ടത് എന്താണ്? കുട്ടിയുടെ മൂഡ് നോക്കണം. ഓക്കെ. ADHDയുടെ ഒറ്റ വാക്കിലൊരു ഉത്തരം? പിരിവിരിപ്പ്. കറക്റ്റ്. ഒരു മെന്റലി ഹെൽത്ത് ചൈൽഡ് വളരാൻ പേരൻസ് ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം, മെന്റലി ഹെൽത്തി ആയിട്ട് വളരാൻ? കമ്മ്യൂണിക്കേഷൻ. അത് ശരി, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പേരൻസ് അൺനോയിങ്ങിലി ചെയ്യുന്ന കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താ? ക്രിറ്റിക്കൽ ആയിട്ടുള്ള കമന്റ്സ് ഇങ്ങനെ പാസ് എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്നത് അല്ലേ? കറക്റ്റ്. ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട സമയം എത്തിയെന്ന് പേരൻസ് മനസ്സിലാക്കുന്ന ഏറ്റവും ക്ലിയർ സൈൻ എന്താണ്? ഒരു പെരുമാറ്റ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സ്ഥായിയായി നിന്ന് പോവാ. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പെരുമാറ്റ വ്യത്യാസം ഡിഫറൻസ് അല്ലേ? എപ്പോഴും അതുപോലെ തന്നെ. ഓക്കെ, 10 കംപ്ലീറ്റഡ്. താങ്ക് യു.